സഭ ഈ കേസിലെ ഈ കേസ് തെളിയിക്കപ്പെടുന്നതിന് വേണ്ടി യാതൊരുവിധ സഹായങ്ങളും ചെയ്തിട്ടുണ്ടായില്ല എന്നുള്ളതാണ്. പിന്നീടൊക്കെ ചെയ്തത് അഭയുടെ അച്ഛനാണ്. സിസ്റ്റർ സെഫിയുമായി ഈ മറ്റു രണ്ട് പ്രതികൾക്കും അവിഹിത ബന്ധമുണ്ടെന്നുള്ളതാണ്. ശിക്ഷാ വിധിക്ക് ശേഷവും അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ താങ്കൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ഈ കേസിൽ? വിധിക്ക് ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്. ഈ പുത്രിക്കലിനെ വെറുതെ വിട്ട നടപടി ഡിസ്ചാർജ് ചെയ്തു. അതായത് ക്രിമിനൽ നടപടി നിയമത്തിലെ 217 വകുപ്പ് പ്രകാരം അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു. CBI ചാർജ് ഷീറ്റ് കൊടുത്തൊരു കേസിൽ ഒരിക്കലും വിചാരണ കോടതി അത് വെറുതെ വിടാൻ പാടില്ല. പുനരന്വേഷണത്തിന്റെ സാധ്യത പുതുക്കലിനെതിരെ കാണുന്നുണ്ടോ? അതുകൊണ്ട് അതായത് അവർ ചെയ്യേണ്ടത്, ഹൈക്കോടതി ഒരു ഓർഡർ വന്നതിന് ശേഷം അവർ ചെയ്യേണ്ടിയിരുന്നത് നേരെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. KT മൈക്കലിനെതിരെയുള്ള കേസിൽ അദ്ദേഹത്തെ വിമുക്തനാക്കി ഹൈക്കോടതിയെങ്കിലും അവസാനം പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്, ഇനി കേസിൻ്റെ വിചാരണ വേളയിൽ ഇയാൾക്കെതിരെ തെളിവുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ വിചാരണ കോടതിക്ക് ഇയാളെ പ്രതിയാക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ അഭയ കൊലപാതക കേസിൽ പ്രതികളായ ഫാദർ തോമസ് M. കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും പ്രത്യേക CBI കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതോടുകൂടി 28 വർഷം നീണ്ട ഒരു നിയമ അന്വേഷണ പ്രക്രിയയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും അവസാനമായിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഈ ഒരു കേസ് ഇത്രയധികം നീണ്ടുപോയതിൻ്റെ പിറകിൽ ആരുടെയൊക്കെ സമ്മർദ്ദങ്ങളും ആരുടെയൊക്കെ തെളിവ് നശിപ്പിക്കലുകളും ആരുടെയൊക്കെ വഴിതിരിച്ചു വിടലുകളുമായിരുന്നു എന്നുള്ള മറ്റൊരു സുപ്രധാന അന്വേഷണത്തിന് ഈ നിമിഷം തുടക്കം ആവുകയും ചെയ്യുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് അഭയയുടെ പിതാവിൻ്റെ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് AX വർഗീസാണ്. അഡ്വക്കേറ്റ്, 1992 മാർച്ച് 28 പ്രഭാതത്തിൽ താങ്കളുടെ വീട്ടുമുറ്റത്തേക്ക് വന്ന് വീണ പത്രത്തിൽ അഭയയുടെ കൊലപാതക വാർത്ത വായിച്ചതിൻ്റെ ഓർമ്മയിൽ നിന്ന് തുടങ്ങാം എന്ന് കരുതുന്നു. അന്ന് പ്രത്യേകിച്ചൊരു അസ്വാഭാവികത ഒന്നും അന്ന് തോന്നിയിരുന്നില്ല. പിന്നീടുള്ള സന്ദർഭങ്ങളിലാണ് ഇതിൽ പല ഇടപെടലുകളും നടക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള അറിവ് ഉണ്ടായത്. അതായത് അതിൽ പ്രധാന ആളെന്ന് പറയുന്നത് അന്നത്തെ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന KT മൈക്കിളാണ്. KT മൈക്കിളിന് പ്രത്യേക താല്പര്യം ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ തന്നെ പോലീസുകാർ അന്ന് കാലത്ത് ഏറ്റവും അന്ന് അറിയുന്ന ദിവസം തന്നെ 27-ാം തീയതി തന്നെ KT മൈക്കിൾ ഗവൺമെൻറ്റിലെത്തിയിരുന്നു എന്നുള്ളതാണ് സിസ്റ്റേഴ്സിൻ്റെ ആഗ്രഹപ്രകാരം. അതിനുശേഷമാണ് മാനിപ്പുലേഷൻസ് തുടങ്ങുന്നത്. മാനിപ്പുലേഷൻസ് തുടങ്ങി അവസാനം അഭയുടെ മാതാവിന് അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് വരെ ചിത്രീകരിക്കാൻ ആ മനുഷ്യൻ തയ്യാറായി. അതിനെതിരെ ഒരു അപകീർത്തി കേസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഇപ്പോഴും നടപടികളൊന്നും ആയിട്ടില്ല. അഭയയുടെ പിതാവിൻ്റെ അഭിഭാഷകനായി രംഗപ്രവേശനം ചെയ്യുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു? അധികം ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ തോമസ് എന്നെ വന്ന് കാണുകയുണ്ടായി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ വക്കാലത്തെടുക്കുന്നത്. താങ്കളെ പ്രത്യേകമായി വന്ന് കാണാൻ അഭയയുടെ പിതാവിനെ പ്രേരിപ്പിച്ച കാര്യം എന്തായിരുന്നിരിക്കണം? അപ്പൻ ഒറ്റക്കല്ല, ജോമോൻ പുത്തമ്പുരക്കലും വന്ന് കൂടെ ഉണ്ടായിരുന്നു. കാരണം ജോമോൻ പുത്തമ്പുരക്കലുമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വളരെയധികം കേസുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ട് ഞങ്ങൾ തമ്മിൽ തെറ്റേണ്ടി വന്നു കേസിൻ്റെ ഒരു ഘട്ടത്തിൽ. അന്ന് വന്ന് സംസാരിച്ചപ്പോൾ അഭയയുടെ പിതാവിനോട് നൽകിയ ഒരു വാക്കെന്തായിരുന്നു താങ്കൾ? ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. ആ കേസ് പരിഗണനയ്ക്കെടുക്കുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഒരു പ്രതീക്ഷ അതുവരെയുള്ള തെളിവുകളും മറ്റ് വസ്തുതകളും വെച്ച് താങ്കൾക്ക് ഉള്ളിൽ തോന്നിയിരുന്നോ? സ്വാധീനങ്ങൾ ഈ കേസിൽ ചെലുത്തപ്പെട്ടിരുന്നുണ്ടെന്ന് വളരെ വ്യക്തമായിരുന്നു. കാരണം അന്വേഷണം ശരിയായ ദിശയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പിന്നീട് വന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അഭയ കൊല്ലപ്പെടുന്ന സമയത്ത് അടിവസ്ത്രങ്ങളെല്ലാം ഉടുത്തിട്ടാണ് അവിടെ കിണറ്റിൽ കിടന്നിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പറയുന്നത് ഒരു നൈറ്റ് മാത്രമേ അന്ന് അഭയ ധരിച്ചിട്ടുള്ളൂ എന്നാണ്.
അപ്പോൾ അപ്പം തന്നെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ASI ഈ അഗസ്റ്റിനാണ് അത് ചെയ്തിട്ടുള്ളത്. അന്നത്തെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അദ്ദേഹമായിരുന്നു. അതായത് KT മൈക്കലിൻ്റെ നിർദ്ദേശാനുസരണം ചെയ്തതാണെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ഏത് രീതിയിലായിരുന്നു പിന്നീട് പ്രവർത്തനം? ഇവരുടെ റിപ്പോർട്ട് വരുന്ന സമയത്ത് ആദ്യമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് ഇത് ക്ലോസർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് CBI രംഗത്തേക്ക് വരുന്നത്. പിന്നീട് CBI കൊടുത്തിട്ടുള്ള ഓരോ ക്ലോസർ റിപ്പോർട്ടുകളും 3 കൊടുത്തപ്പോൾ അതിന് 3നും അഭയുടെ അപ്പന് വേണ്ടി ഹാജരായത് ഞാനാണ്. അഭയുടെ അപ്പന് വേണ്ടി ഹാജരായിട്ടുള്ള ആദ്യത്തെ വാദങ്ങളിൽ അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ അതൊരു കൊലപാതകമാണ് എന്നും ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ള നിലയിലുള്ള സൂചനകൾ നൽകിക്കൊണ്ട് വാദിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആരൊക്കെയാണ് പ്രതികളെന്ന് നമുക്ക് അന്ന് പറയാനായിട്ടില്ല. പക്ഷെ കൊലപാതകമാണെന്ന് വ്യക്തമായിരുന്നു. അതിനുവേണ്ടിയുള്ള തെളിവുകൾ കൊണ്ടുവന്നിരുന്നു. അത് CBIയുടെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വർഗീസ് തോമസ് തന്നെ അത്തരത്തിൽ തെളിവുകളാണ് കൊണ്ടുവന്നിരുന്നത്. അതായത് തലക്കുള്ള മുറിവ്, അത് മാരകമായ ഒരു മുറിവാണ് അവർക്ക് ഏറ്റിരിക്കുന്നത്. അങ്ങനെ അവർ ഇഞ്ചുറി കൊണ്ടാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആദ്യത്തെ നിഗമനം എത്തിക്കുന്നത് വർഗീസ് P. തോമസാണ്. അതിനെ തുടർന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള നീക്കങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയത്. 1992 മാർച്ച് 27 പുലർച്ചെ ഉണ്ടായ ആ കൊലപാതകത്തിൻ്റെ തൊട്ട് പിറകെ തന്നെ ഇതിനെ തെളിവുകളില്ലാതാക്കൽ, ആ കേസിനെ ഇല്ലാതാക്കൽ, സമ്മർദ്ദത്തിലാക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ, ഈ പ്രക്രിയയ്ക്ക് ആ നിമിഷം തന്നെ തുടക്കം കുറിച്ചു എന്ന് കരുതുന്നുണ്ടോ? ആ സമയത്ത് തന്നെ തുടക്കം കുറിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ അത്ര ശക്തരായിട്ടുള്ള ആളുകളായിരുന്നു. കാരണം ഇതിലിപ്പോൾ സംശയിക്കപ്പെടുന്ന പ്രതി ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട 1-ാം പ്രതി ഒരു പ്രൊഫസറായിരുന്നു, സൈക്കാട്രിക് പ്രൊഫസറായിരുന്നു. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് അക്യൂസ്ഡ് ആയിട്ടുള്ള പുതുക്കയിൽ ഒരു മലയാളം പ്രൊഫസറായിരുന്നു. മാത്രമല്ല ഡയോസിസുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് അവർ. അപ്പോൾ തന്നെ അവരെ രക്ഷിക്കാൻ, അവരുടെ ചൂണ്ടുവിരൽ ഉയരുന്ന സമയത്ത് തന്നെ അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതുണ്ടായിരുന്നു. ഊഹിക്കാവുന്ന കാര്യമാണ് എന്ന് പറയുന്നതിന് ഉപരിയായി പ്രത്യക്ഷത്തിൽ താങ്കൾക്ക് തന്നെ അത് അനുഭവപ്പെടുന്ന എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പോൾ താങ്കളുടെ പേര് AX വർഗീസ് എന്നാണ്. പ്രതികൾ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടവരുമാണ്. അതിലെ പ്രധാനപ്പെട്ട പ്രതിയായ ഫാദർ തോമസ് കോട്ടൂരിന് ഈ ഡയോസിസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, അടുത്ത ബന്ധത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ ഈ കേസ് നടത്തുന്ന അഭിഭാഷകൻ എന്നുള്ള നിലയിൽ താങ്കളെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നേരിട്ടല്ലെങ്കിലും മറ്റും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് അത് ഉണ്ടായിട്ടില്ല. ആരും അതിന് ശ്രമം നടത്തിയിട്ടില്ല. കേസിലെ തെളിവുകൾ നശിപ്പിക്കൽ, അന്വേഷണത്തെ വഴിതിരിച്ചു വിടൽ എന്നീ പ്രക്രിയകളിൽ ഏതൊക്കെ രീതിയിലായിരിക്കാം ഈ കേസിൽ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയുന്നത്? അന്വേഷണത്തെ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം ആദ്യം തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഈ ക്രൈംബ്രാഞ്ച് SP തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത്. ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും പുതുക്കയിലും വ്യക്തികൾ എന്നുള്ള നിലയിൽ അതിന് ശ്രമിച്ചു എന്നാണോ താങ്കൾ കരുതുന്നത്? ആ ശ്രമത്തിൻ്റെ പിറകിൽ ഒരു വലിയ അധികാരം ഉണ്ട് എന്നാണോ? സ്വാഭാവികമായിട്ടും നമുക്ക് ആ അധികാരം അവിടെ പ്രയോഗിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് കണക്കാക്കാൻ പറ്റും. ഈ അധികാരം പ്രയോഗിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് പ്രതികൾ വഹിച്ചിരുന്ന, സഭയിൽ വഹിച്ചിരുന്ന പദവികൾ എടുത്തു മാറ്റപ്പെടുകയോ അങ്ങനെയുള്ള ഒരു നടപടികൾ ഉണ്ടാകാതിരിക്കുന്നതുമാണോ? ഈ നിമിഷം വരെ ഉണ്ടാവാത്തതുമാണോ? അവർ എടുത്തു മാറ്റിയിട്ടില്ല. ഇപ്പോഴും അവർ തുടരുകയാണ്. ആ ലോഹയും ആ കന്യാസ്ത്രീയുടെ യൂണിഫോമും അവരിപ്പോഴും അണിഞ്ഞുകൊണ്ടാണ് ട്രയലിനെ നേരിട്ടത്. അപ്പോൾ അവർക്കെതിരെ യാതൊരു നടപടികളും സഭ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സഭ ശരിയായിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് അവരെ ഇത്തരത്തിലുള്ള അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി ഉള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഫാദർ കോട്ടൂരിനെ മാത്രം വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റിയെന്നല്ലാതെ മറ്റുള്ള നീക്കങ്ങളൊന്നും നടത്തിയിരുന്നില്ല സഭ. മാത്രമല്ല എഫ് ഐ ആറിൽ മാത്രമേ ഉള്ളൂ ഒരു മദർ സുപ്പീരിയർ വന്നിട്ട് ഒരു
FIR ഫയൽ ചെയ്തു എന്നുള്ളത് ഒഴിച്ച് സഭ ഈ കേസ് തെളിയിക്കപ്പെടുന്നതിന് വേണ്ടി യാതൊരുവിധ സഹായങ്ങളും ചെയ്തിട്ടുണ്ടായില്ല എന്നുള്ളതാണ്. പിന്നീടൊക്കെ ചെയ്തത് അഭയുടെ അപ്പനാണ്. ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി പറഞ്ഞതിൻ്റെ തൊട്ടു പിറകെ അഭയയുടെ സഹോദരൻ പറഞ്ഞത് ലോക്കൽ പോലീസിനെ സംബന്ധിച്ച് 1.5 മണിക്കൂർ കൊണ്ട് തെളിയിച്ചെടുക്കാവുന്ന രീതിയിലുള്ള തെളിവുകളെല്ലാം ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു. അതിനെയാണ് 28 വർഷം നീട്ടിക്കൊണ്ടുപോയത് എന്നാണ്. ആ രീതിയിൽ ഈ സമ്മർദ്ദങ്ങളോ ഇടപെടലുകളോ ഇല്ലാതെ കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ എത്ര നാൾ കൊണ്ടത് തീരുമായിരുന്നു എന്നാണ് താങ്കൾ? ഇത് സ്വാഭാവികമായി ഇപ്പോൾ ഒരു കൊലപാതക കേസ് നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയത് ഒരു 2 വർഷം, 2 വർഷത്തിനുള്ളിൽ പരിസമാപ്തി ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ പ്രൊക്രാസ്റ്റിനേഷൻസാണ് ഉണ്ടായത്, കാലതാമസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് മനഃപൂർവ്വമാണെന്നുള്ള കരുതാവുന്നതാണ്. കാരണം CBI തന്നെ 3 വട്ടം കേസ് റെഫർ ചെയ്യാൻ കോടതിയോട് ആവശ്യപ്പെട്ടു ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ 3 പ്രാവശ്യവും അവർ കണ്ടില്ലെന്ന് അടിച്ച ഒരു പ്രതിയെ പിന്നീട് ഒരു ദിവസം എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നത്? അപ്പോൾ അതെല്ലാം അവരുടെ കൈകളിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആരുടെയോ എന്തോ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു എന്നാണ് അതൊന്നും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പ്രതികൾ ഒരു ദിവസം പുറത്തേക്ക് വന്നവരല്ല. പ്രതികളെപ്പറ്റി നേരത്തെ സംശയങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ CBI പോലും ചെയ്തില്ല എന്നുള്ളതാണ് 3 പ്രാവശ്യം. അങ്ങനത്തെ സംഭവം കേരള ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ, നീതിന്യായ വ്യവസ്ഥയിൽ വളരെ വിരളമായിട്ടുണ്ടായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അഭയുടെ പിതാവിൻ്റെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അവസാന ഘട്ടത്തിൽ, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അഭയുടെ പിതാവിൻ്റെ അഭിഭാഷകൻ ആയിരുന്ന നിലയിൽ ആ അവസാന ഘട്ടത്തിൽ താങ്കൾ വാദിച്ച കേസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അവസാനത്തെ ക്ലോഷർ റിപ്പോർട്ട്, ഷാർങ്ങധരൻ്റെ മുമ്പിലുണ്ടായിരുന്ന റിപ്പോർട്ട്, അതായത് ആൻ്റണി മൊറൈസ് കഴിഞ്ഞതിന് ശേഷം വന്ന ജഡ്ജി, അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആ ക്ലോഷർ റിപ്പോർട്ടിനെ ശരിക്കും അബ്യൂസ് ചെയ്യപ്പെടുന്ന രീതിയാണ്, CBIയെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് കോർട്ട് പെരുമാറിയത്. അത്രക്ക് അസഹനീയമായിരുന്നു അവരുടെ പെരുമാറ്റം. ഒരു കാരണവുമില്ല, എന്നാൽ പ്രതികളെ പറ്റി അവർക്ക് ഒരു തുമ്പും കിട്ടുന്നില്ല എന്നുള്ള വാദം തന്നെയാണ് അവർ വീണ്ടും വീണ്ടും വെക്കുന്നത്. അങ്ങനെയാണ് അവസാനം ഈ ഒരു ക്ലോഷർ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ടുള്ള 3ാമത്തെ വിധി വരുന്നത്. എന്നിട്ട് പോലും കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകുന്നില്ല CBI. അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നത്. 2 പ്രാവശ്യം ഹൈക്കോടതിയിൽ ഈ കേസ് അതിന് ശേഷം വന്നു. എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടികൾ വരുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെയാണ് അവസാനം ജഡ്ജി ചേംബറിൽ വിളിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വിളിപ്പിക്കുന്നൊരു സന്ദർഭം വരെ ഉണ്ടായി. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നറിയണം എന്നുള്ളതിൻ്റെ പേരിലായിരിക്കണം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് റോളില്ല. കാരണം പിന്നീട് പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് അതല്ല. ഉത്തരവാദിത്തമുള്ള ഒരു അന്വേഷണ സംഘം ആണ് 992 മാർച്ച് 27 പുലർച്ചെ അവിടെ എത്തുന്നതെങ്കിൽ എന്തൊക്കെ ചെയ്യണമായിരുന്നു കൃത്യമായിട്ട്? പല കാര്യങ്ങളും ഫോറൻസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്യണമായിരുന്നു. വിരലടയാളങ്ങളുടെ പ്രശ്നം അത് നോക്കിയില്ല, ഇഞ്ചുറികൾ നോട്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ഈ വസ്ത്രത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി അവരന്വേഷിച്ചില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ കുറേയും കൂടി നേരത്തെ കാര്യങ്ങൾ പ്രകടമാകുമായിരുന്നു. അങ്ങനെ പ്രകടമാകേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇടപെടലുണ്ടായി എന്നുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് KT മൈക്കലിനെതിരെ ഇപ്പോഴും ആരോപണങ്ങൾ നിലനിൽക്കുന്നത്. അദ്ദേഹത്തിനുള്ള സംശയം വിട്ടുപോയിട്ടില്ല. അദ്ദേഹത്തെ ഇനിയും പ്രതിയേക്കാനുള്ള സാഹചര്യങ്ങൾ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. ശിക്ഷാ വിധിക്ക് ശേഷവും അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ താങ്കൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ഈ കേസിൽ? വിധിക്ക് ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് അതിൽ ആഗ്രഹമുള്ളത്. അതായത് പുത്രിക്കലിനെ വെറുതെ വിട്ട നടപടി ഡിസ്ചാർജ് ചെയ്തു. അതായത് ക്രിമിനൽ
നിയമത്തിലെ 217 വകുപ്പ് പ്രകാരം അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു. CBI ചാർജ് ഷീറ്റ് കൊടുത്തൊരു കേസിൽ ഒരിക്കലും വിചാരണ കോടതി അത് വെറുതെ വിടാൻ പാടില്ല. മറിച്ച് അവിടെ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചിരിക്കുന്ന തെളിവുകൾ, മുന്നോട്ട് വച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ, രേഖകൾ, ഇതെല്ലാം പരിശോധിച്ചിട്ട് ഒരു ഒഫൻസ് 302 ഒഫൻസ് ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ. പക്ഷേ പ്രൈമ ഫേസി കേസുണ്ടോ എന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ ആ ഘട്ടത്തിൽ. ബാക്കിയെല്ലാം വിചാരണയിലാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ചെയ്തത് പൂത്തുക്കയിലിനെ രണ്ടാം പ്രതിയെ വെറുതെ ഡിസ്ചാർജ് ചെയ്യുന്ന നടപടിയാണ് അന്നത്തെ CBI ജഡ്ജി ചെയ്തത്. അതിന് പക്ഷേ നിർഭാഗ്യവശാൽ ഹൈക്കോടതിയും അംഗീകരിച്ചു എന്നുള്ളതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നത്. ജോസ് പുതൃക്കയിലിനെ അവിടെ കണ്ടുവെങ്കിലും നൈറ്റ് വാച്ച്മാനെ സംബന്ധിച്ചിട്ട് ആ ഡേറ്റ് അതിൽ എഴുതിയിരുന്നില്ല എന്ന ഒറ്റ കാരണം മാത്രമാണ് പുതൃക്കയിലിനെ വിചാരണ കൂടാതെ ഒഴിവാക്കാൻ കാരണം. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആ അടയ്ക്ക രാജുവിൻ്റെ മൊഴി ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട മൊഴി എന്നിരിക്കെ ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ ഒരു പുനരന്വേഷണത്തിൻ്റെ സാധ്യത പുതൃക്കയിലിനെതിരെ കാണുന്നുണ്ടോ? അതായത് അവർ ചെയ്യേണ്ടത്, ഹൈക്കോടതി ഒരു ഓർഡർ വന്നതിന് ശേഷം അവർ ചെയ്യേണ്ടിയിരുന്നത് നേരെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും സുപ്രീം കോടതിയെ സമീപിച്ചതായിട്ട് നമുക്കറിവില്ല. അത് വളരെയധികം വിമർശിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണത് CBIയുടെ ഭാഗത്തു നിന്ന്. പക്ഷേ അത് ചെയ്യുന്നതിനാണ് എൻ്റെ പ്രതീക്ഷ. അതൊന്ന്. പിന്നീടുള്ളതാണ് ഈ സാക്ഷികൾ, കൂറുമാറിയ സാക്ഷികൾ. കൂറുമാറുക എന്ന് വെച്ചാൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഒരു സോൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് അവർ മൊഴി കൊടുത്തിരിക്കുന്നത്. സോൺ സ്റ്റേറ്റ്മെൻറ്റാണ്. അതിലൂടെ കുറേയധികം കാര്യങ്ങൾ മജിസ്ട്രേറ്റ് ചോദിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടോ, ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾക്ക് വശംവദരായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മജിസ്ട്രേറ്റ് ചോദിച്ച് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രമേ ക്രിമിനൽ നടപടി ചട്ടം 164 വകുപ്പ് പ്രകാരമുള്ള കേസെടുക്കുള്ളൂ. പക്ഷേ ഇവിടെ അതിനുശേഷം ഈ സാക്ഷികൾ ഏകദേശം 8 പേരെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ കോടതിയിൽ വന്നിട്ട് കൂറുമാറി പറഞ്ഞു. കോടതിയോട് നേരത്തെ പറഞ്ഞ മൊഴി ശരിയല്ലെന്നും ഞങ്ങൾക്ക് അത് തിരുത്തുകയാണെന്നും പറഞ്ഞിട്ട് കൊടുക്കേണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത സാക്ഷികളെ വെറുതെ വിടാൻ പാടില്ല. അവർക്കെതിരെ നടപടി വേണം. അവർക്കെതിരെയുള്ള നടപടി എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ്. അതായത് അവർ ഒരിക്കലും കൂറുമാറി ഇങ്ങനെ പറയാനായിട്ടുള്ള അവകാശം അവർക്കില്ല. കാരണം 164 തെളിവെന്ന് പറയുന്നത് അത് അഡ്മിസിബിൾ എവിഡൻസാണ്. അത് അംഗീകരിക്കപ്പെട്ട തെളിവാണ്. അത് മാറ്റിപ്പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷാവിധി ഉണ്ട്. അത് അയാൾ അനുഭവിച്ചേ തീരും. അതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത് പരിഹരിക്കപ്പെടാനുള്ള പ്രശ്നമാണ് KT മൈക്കലിൻ്റെ പ്രശ്നം. KT മൈക്കലിനെതിരെയുള്ള കേസിൽ അദ്ദേഹത്തെ വിമുക്തനാക്കി ഹൈക്കോടതിയെങ്കിലും അവസാനം പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്, ഇനി കേസിൻ്റെ വിചാരണ വേളയിൽ ഇയാൾക്കെതിരെ തെളിവുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ വിചാരണ കോടതിക്ക് ഇയാളെ പ്രതിയാക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നൊരു ഹൈക്കോടതി പറഞ്ഞുണ്ടായിരുന്നു. പക്ഷേ വിചാരണ കോടതിയിൽ ഇയാളെ വീണ്ടും പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ ആരംഭിച്ചിട്ടില്ല. അതിനിപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹം കാണിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. മൈക്കിള് പ്രോസിക്യൂഷന് വിധേയനാകാൻ ബാധ്യസ്ഥനാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം പക്ഷെ അതിന് നടപടി എടുക്കേണ്ടത് വിചാരണ കോടതിയാണ്. അത് എന്തെല്ലാം തീരുമാനങ്ങളാണ് എടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യേണ്ടത് വിചാരണ കോടതിയാണ്. സാക്ഷികൾക്കെതിരായിട്ടുള്ളതും KT മൈക്കലിനെതിരായിട്ടുള്ളതും. KT മൈക്കൽ ഈ കേസിൻ്റെ ഗതി തിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള കുറ്റം. അപ്പോൾ അത് തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നൊരു കുറ്റകൃത്യമായിട്ടാണ് അത് മാറുക. അത് വളരെ സീരിയസ് ആയിട്ടൊരു കുറ്റമാണ്. ഇതിന് ഇത്തരം പ്രോസിക്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അഭയ കേസിൻ്റെ വിധി പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഈ 3 തുടർ സാധ്യതകൾ, തുടർ പ്രതീക്ഷകൾ, ഒപ്പം തന്നെ VV അഗസ്റ്റിൻ്റെ ആത്മഹത്യ, അതിനകത്തൊരു ദുരൂഹത. ആ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് CBI തന്നെ മർദ്ദിച്ചതിലുള്ള മനോവിഷമം ആണ് എന്നുള്ളതാണ്. അതിന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഒരു സൂയിസൈഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ വളരെയധികം സാധ്യതകളുണ്ട്. 4ാം പ്രതിയായി ചിത്രീകരിക്കപ്പെട്ട മനുഷ്യനാണ്. എങ്ങനെയായാലും താൻ
പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നു, അങ്ങനെ താൻ കുടുങ്ങുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ആ ആത്മഹത്യ. അത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു അവസ്ഥകളിലേക്ക് തിരിയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ലൈംഗികതയും കൊലപാതകവുമാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട അടിത്തറ എന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയുണ്ടായി. ആ അർത്ഥത്തിൽ അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഒരു ക്രിമിനൽ അഭിഭാഷകന്റെ വീക്ഷണത്തിൽ ലൈംഗികതയും കൊലപാതകവും ചേരുന്ന ഒരു മിശ്രിതം ഈ കേസിനെ എത്രത്തോളം പ്രബലമാക്കുന്നുണ്ട്? ലൈംഗികത എന്ന് പറയുമ്പോൾ സിസ്റ്റർ സെഫിയുമായി ഈ മറ്റു രണ്ട് പ്രതികൾക്കും അവിഹിത ബന്ധമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവർ ആ പയസ്റ്റൻ ഹോസ്റ്റലിൽ എത്തുന്നത്, രാത്രി എത്തുന്നത് ആ സമയത്ത്. അപ്പോൾ വളരെയധികം ഒരു കോംപ്രമൈസിങ് പൊസിഷനിൽ ഇവരെ കാണുകയും അതിൽ നിന്ന് അഭയ കാണുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അഭയെ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ CBI പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് ദിക്സാക്ഷികളില്ലാത്തൊരു കേസാണ്. കാരണം ഇവിടെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ. ദിക്സാക്ഷികളില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ആ സമയത്ത് ലാസ്റ്റ് സീൻ ഓഫ് അക്കറൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ഈ പ്രതികളെ കോർത്തിണക്കാൻ പറ്റുന്നുള്ളൂ, അടക്കരാജുവിൻ്റെ മൊഴിയിലൂടെയും. അതാണ് അവിടെ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിനെ ആശ്രയിച്ചുകൊണ്ട് ഉള്ള ഒരു അന്വേഷണവും അതിലെത്തിക്കുന്ന ഒരു ശിക്ഷാവിധിയുമാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ വിപുലമായ വായന സംസ്കാരമുള്ളൊരു വ്യക്തിയാണ് താങ്കൾ എന്ന് എനിക്കറിയാം. അടയ്ക്ക രാജു എന്നുള്ള ജീവിക്കാൻ വേണ്ടി ഉപജീവനം എന്നുള്ള നിലയിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കള്ളത്തരം കാണിക്കേണ്ടി വന്ന ഒരു വ്യക്തി നൽകിയിട്ടുള്ള മൊഴി ഈ കേസിലെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ സമയത്ത് അരികിലുണ്ടായിരുന്ന തസ്കരന്മാരെ കുറിച്ചിട്ടുള്ള രൂപകം ഈ ഘട്ടത്തിൽ ഓർമ്മ വരികയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു രൂപകത്തെക്കുറിച്ച് ഓർക്കാൻ നമ്മൾക്കേ കഴിയുകയുള്ളൂ, പുരോഹിതന്മാർക്ക് കഴിയുന്നില്ല എന്ന് വിചാരിച്ചിരിക്കെയാണ് ഗീവർഗീസ് കൂർലോസ് മെത്രാപ്പൊലീത്ത ഈ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, അടയ്ക്ക രാജു കള്ളു കുടിക്കുന്നത് കൊണ്ട് കള്ളൻ എന്ന് വിളിക്കുന്നു, പക്ഷേ അടയ്ക്ക രാജു വിശുദ്ധനാണ്, സല്യൂട്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ ഒരു സന്ദർഭത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അതായത് എനിക്ക് ഒരു കള്ളനാണ്, മുൻകാലങ്ങളിലുള്ള ചില പ്രവർത്തനങ്ങൾ അയാളുണ്ട്, മോഷണങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസിലെ സാക്ഷി എന്നുള്ള രീതിയിലുള്ള അയാളുടെ ക്രെഡിബിലിറ്റി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അവിടെ നോക്കേണ്ടത് കോടതിക്ക് മുന്നിലുള്ളത് അയാളുടെ ആൻറ്റിസിഡൻസ് നോക്കാം. അയാൾ നിരന്തരമായ കുറ്റവാളിയാണോ എന്നുള്ള മറ്റുള്ള പരിഗണനകൾ ഇയാൾക്കുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കാം. പക്ഷെ എല്ലാ പരിശോധനകൾക്കും ശേഷം ഇദ്ദേഹം ഒരു വിശ്വസനീയനായ, ക്രെഡിറ്റ് ചെയ്യപ്പെടാവുന്ന ഒരു സാക്ഷിയാണെന്ന് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായത്. സോ കള്ളനാണെന്നുള്ള ഒരു ആൻറ്റിസിഡൻ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം അടക്ക രാജുവിൻ്റെ മൊഴിയെ തള്ളിക്കളയാനാവില്ല. അദ്ദേഹത്തിൻ്റെ മൊഴിക്ക് അതിൻ്റേതായിട്ട് വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ് 164 പ്രകാരം. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞല്ലോ, എത്ര സമ്മർദ്ദങ്ങളാണ് തനിക്കെതിരെ ഉണ്ടായത്, തനിക്ക് നേരെ ഉണ്ടായത്. അതിനെല്ലാം അതിജീവിച്ച് ഇന്നും ഒരു 3 സെൻറ്റ് കോളനിയിൽ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് താല്പര്യമുണ്ട്, എൻ്റെ മകളെ പോലെ തന്നെ എനിക്ക് താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞത്. അതൊരു വലിയ ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ തന്നെ എല്ലാം പറയുന്നുണ്ട്, ഞാൻ കള്ളം കുടിക്കും, ഞാൻ അങ്ങനെയുള്ള കുറേ പ്രവൃത്തികളൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ളതൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ മനുഷ്യന്. ക്രൈംബ്രാഞ്ച് SP അയാളെ അറസ്റ്റ് ചെയ്തിട്ട് 57 ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. അയാളാണ് പ്രതിയാണെന്നുള്ളത് സമ്മതിക്കണം എന്നുള്ളതായിരുന്നു പറയുന്നത്. ഇന്ന് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അടക്ക രാജു മുന്നോട്ട് വന്നത്. ആ മൊഴി ഒരിക്കലും അവിശ്വസനീയമാണെന്ന് പറയാൻ പറ്റില്ല. ഈ കേസിലെ 2 മഹാപ്രതീകങ്ങൾ എന്നുള്ള നിലയിൽ ഒരു പക്ഷേ നമുക്ക് താരതമ്യം ചെയ്യാൻ തോന്നുന്നത്, ഒരു ഭാഗത്ത് അടയ്ക്ക രാജുവിനെ പോലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു വ്യക്തി, മറ്റൊരു ഭാഗത്ത് വർഗീസ് പി തോമസിനെ പോലെയുള്ള ഒരു CBI ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ 10 വർഷം ബാക്കിയിരിക്കെ ഈ കേസിലെ
സഹിക്കാൻ വയ്യാതെയും അതിലെ അനീതിയും അധാർമികതയോടും യോജിക്കാൻ വയ്യാതെയും പിന്മാറുകയുണ്ടായി. അദ്ദേഹത്തെ എങ്ങനെ കാണുന്നു? അടയ്ക്കാ രാജുവിനെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് തന്നെ. വർഗീസ് പി തോമസിനെ വളരെയധികം ബഹുമാനിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. വളരെയധികം ആ 10 വർഷം അദ്ദേഹത്തിന് സർവീസ് ഉണ്ടായിട്ട് പോലും മേലുദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം മൂലം ഇന്ന് പത്രത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ ഈ സമയം കളയുന്നത് ഈ കേസിന് വേണ്ടി? ഇതൊരു മിയർ സൂയിസൈഡാണ്, അതിനുവേണ്ടി നിങ്ങൾ സമയം കളയണം എന്താണെന്ന് ചോദിച്ചിട്ട് മുമ്പ് ശാസിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അങ്ങനെയാണ് നിവൃത്തിയില്ലാതെ അദ്ദേഹം പുറത്തു പോകുന്നത്. അത് അങ്ങേറ്റം അംഗീകരിക്കേണ്ടുന്ന ഒരു കോണ്ടക്റ്റാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. വർഗീസ് പി തോമസിന്റെ മേലധികാരി പറഞ്ഞ ആ വാക്കുകൾ എന്തിനു സമയം നഷ്ടപ്പെടുത്തുന്നു, ഇത് ആത്മഹത്യ തന്നെയാണ് എന്ന് നിങ്ങളും അംഗീകരിച്ച് ഈ കേസിനെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നത് സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് വേറെ മാർഗം ഉണ്ടായിരുന്നോ? ഇപ്പോൾ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നതിന് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിവെച്ച് തുടങ്ങാൻ തീരുമാനിച്ചത്. അതിൽ അസ്വാഭാവികതൊന്നുമില്ല. ആ രാജിക്ക് ശേഷമാണ് അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. പദവിയിലിരിക്കെ തന്നെ എന്തായാലും രാജിവെക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിന് ഗുണകരമാകുമെങ്കിൽ പദവിയിലിരിക്കെ തന്നെ യുദ്ധം ചെയ്യുകയും പദവിയിലിരുന്നു കൊണ്ട് തന്നെ അഗ്രസീവായിട്ടുള്ള ആക്രമണോത്സുകമായ ഒരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ കേസിന് എന്തെങ്കിലും കൂടുതൽ മുന്നോട്ട് പോക്കിന് സാധ്യത ഉണ്ടാകുമായിരുന്നു. അത് ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഹയറാർക്കി അങ്ങനെയാണ്, CBIയുടെ ഹയറാർക്കി അങ്ങനെയാണ് പോകുന്നത്. SP, അതിനുശേഷം DIG, ഇങ്ങനെയുള്ള ആളുകൾ, ജോയിൻറ്റ് ഡയറക്ടർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള അവരുടെ ഹയറാർക്കിയിൽ അയാളുടെ സ്വരത്തിന്, ഒരു DVSPയുടെ സ്വരത്തിന് അത്ര വലിയതായിട്ടുള്ള ഗാംഭീര്യമൊന്നും ഉണ്ടാവില്ല. ഈ ഘട്ടത്തിലാണ് 92 മാർച്ച് 27 നടന്നിട്ടുള്ള ആ കൊലപാതകത്തിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ അഭയയുടെ പിതാവിൻ്റെ അഭിഭാഷകനായി താങ്കൾ മാറുന്നത്. ജോമോൻ പുത്തമ്പുരയ്ക്കലിൻ്റെ ആക്ഷൻ കൗൺസിലിൻ്റെ കൂടി സാന്നിധ്യത്തിലാണ്. അദ്ദേഹമാണ് അഭയയുടെ പിതാവിനെ താങ്കൾക്ക് പരിചയപ്പെടുത്തുകയും വരികയും ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾ ഒരുമിച്ചുള്ള ആ മുന്നോട്ട് പോക്കും ജോമോൻ പുത്തമ്പുരയ്ക്കലിൻ്റെ സാന്നിധ്യവും ഈ 28 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെയും താങ്കൾ എങ്ങനെ കാണുന്നു? അതായത് ഏഷ്യാനെറ്റ് അന്ന് പറഞ്ഞത് 28 വർഷത്തുള്ള നിയമ പോരാട്ടം ജോമോൻ പുത്തമ്പുരയ്ക്കൽ നടത്തിയെന്നാണ്. അദ്ദേഹത്തിന് നിയമ പോരാട്ടമൊന്നും നടത്താൻ വയ്യ. പക്ഷേ അത് വളരെയധികം പുറത്തു നിന്നുള്ള സഹായങ്ങൾ, ഒരു ആക്ഷൻ കൗൺസിൽ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കുറേയധികം പബ്ലിക് ഒപ്പീനിയൻ മോൾഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീട് ഡീജനറേഷൻസൊക്കെ ആ സംഘടനകളും വന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അഭയ കേസിൽ പിൽക്കാല ചരിത്രത്തിൽ അഭയ കേസിൽ AX വർഗീസിൻ്റെ സ്ഥാനം, AX വർഗീസ് ചെയ്ത ഒരു സേവനം എന്തായിരുന്നു എന്നാണ് സ്വയം തിരിഞ്ഞു നോക്കുമ്പോൾ ആ കേസിനെ സംബന്ധിച്ചിട്ട് താങ്കൾക്ക് കൃതാർത്ഥതയായിട്ട് തോന്നുന്നു? അതെനിക്ക് കൃതാർത്ഥതയുണ്ട്. കാരണം നമ്മൾ സത്യത്തിന് വേണ്ടി നിലവുണ്ട്, അങ്ങേറ്റം വരെ നിലവുണ്ട്. അങ്ങനെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഘട്ടം വരെ എത്തി. അവിടെ വെച്ച് നമ്മളുടെ ഡ്യൂട്ടി അവസാനിക്കുകയാണ്. പിന്നെ പ്രോസിക്യൂഷനാണല്ലോ ചെയ്യേണ്ടത്. അതിന് കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ട്. അതായത് ആൻ്റണി മൊറൈസിൻ്റെയൊക്കെ മുമ്പിലുള്ള വാദങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും 3 മണിക്ക് ഈ കേസിൻ്റെ വാദം നടക്കുകയാണ്. അതായത് ക്ലോസർ റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യാണ്. അങ്ങനെ ദിവസങ്ങളോളം നടത്തിയതിന് ശേഷമാണ് വളരെ നീണ്ടൊരു ജഡ്ജ്മെൻറ്റ് ആൻ്റണി മൊറൈസ് ഇവിടെ പുറപ്പെടുവിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരും നല്ല രീതിയിലുള്ള തീരുമാനങ്ങളാണ് 3 പേർ എടുത്തിട്ടുള്ളത്. ഉത്തരനും ശാന്തരനും ഇദ്ദേഹവും ആൻ്റണി മൊറൈസും. അതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വന്നത് ആൻ്റണി മൊറൈസിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിരുന്നു. അത് വളരെയധികം ഒരു ലേനഡായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ആ 3 ജസ്റ്റിസുമാർ തുടർച്ചയായി ഒന്നിന് പിറകെ ഒന്നായി വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കേസിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരുമ്പോൾ ജസ്റ്റിസുമാർ ആരായിരിക്കണം എന്നുള്ളത് ഒരു കേസിനെ സംബന്ധിച്ച് അതിൻ്റെ വിജയത്തിൽ ഇന്ത്യയിലെ ജുഡീഷ്യറിയിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു എന്ന് കരുതേണ്ടി വരുന്നില്ലേ? അപ്പോൾ അതുണ്ട്. അത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള അവരുടെ നന്മകളുടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ജഡ്ജിമാരുടെയും. അതല്ല വേണ്ട. ഇപ്പോൾ ഈ ആദ്യത്തെ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിട്ട് അതിന് വേണ്ട രീതിയിൽ പ്രോസിക്യൂട്ട് ചെയ്യാതെ ഇരുന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുമായിരുന്നത്? ഇങ്ങനത്തെ ഒരു കൾമിനേഷനിൽ കേസ് എത്തുമായിരുന്നില്ല ഒരിക്കലും.
പിന്നെ രണ്ടാമത്തേനും ഇതുപോലെ തന്നെ അത് നമ്മൾ തടയാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇത് തന്നെ ആവർത്തിക്കും. മൂന്നാമത് തടയാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവസാനം അത് ഒരു അറസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഇത് നമുക്ക് കരുതാവുന്നതാണ് വേണമെങ്കിൽ. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നിയമപോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ഈ കേസിനുള്ള സ്ഥാനം അക്കമിട്ട് നിരത്തി പറയുകയാണെങ്കിൽ, അതായത് മടുക്കാതെ നൈരന്തര്യത്തോടു കൂടി ഒരു കേസിന്റെ പിറകെ പോവുകയും അതിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്ത പല കേസുകളുടെ ചരിത്രത്തിൽ ഈ കേസ് എത്രത്തോളം വേറിട്ട് നിൽക്കുന്നു? ഈ കേസ് വേറിട്ട് നിൽക്കുന്നത് ഈ നിരന്തരമായ ഫൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കേസാണെന്നുള്ളതാണ്. അതൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ നിലകൊണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസിൽ ഇത്തരത്തിലുള്ളൊരു പര്യവസാനം ഉണ്ടായിരിക്കുന്നത്. ഈ കേസ് ഇനി ഭാവിയിൽ പലതരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒക്കെ ഇരകളാകുന്നവർക്കും അവരുടെ ബന്ധുക്കൾക്കും കേസിന് പോകാൻ അതിന് ഫലപ്രാപ്തി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണോ, അതോ വൈകി കിട്ടുന്ന നീതി അനീതിയാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു സൂചന കൂടി ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുമില്ലേ? കാരണം അഭയയുടെ മാതാപിതാക്കൾ ഈ വിധി കേൾക്കാനില്ല. അപ്പോൾ ഇതിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ വാസ്തവത്തിലുണ്ടോ? ഒരു നിസ്സംഗത തന്നെയല്ലേ ഇത് ബാക്കിയാക്കുന്നതൊക്കെ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമായിരുന്നത് അവർക്ക് തന്നെയാണ്. അവരതയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഒരു വകയും ഉണ്ടായിരുന്നില്ല അവർക്ക്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, സാമ്പത്തിക അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. എങ്കിൽ പോലും അവരുടെ ആ പെർസിവറൻസും പിടിച്ചു നിൽക്കാനുള്ള വാഞ്ച അത് ഇവിടെ മുൻനിരയിൽ തന്നെ വന്നു. അന്ന് താങ്കൾ കേസ് വാദിച്ചിരുന്ന സമയത്ത് വക്കീൽ ഫീസ് തരാനാവാത്ത ഒരവസ്ഥയോ ഒക്കെ മറ്റും ഉണ്ടാവുകയും അതിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അഭയയുടെ പിതാവ് ഏതെങ്കിലും ഘട്ടത്തിൽ? അല്ല, അങ്ങനെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. ഒരു യാതൊരുവിധമായ പ്രതിഫലവും കൈപ്പറ്റാതെ ഉള്ള ഒരു നടപടികളായിരുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു യഥാർത്ഥ ആക്ഷൻ കൗൺസിൽ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ 100% കൃത്യമായ ഉദാഹരണം എന്നുള്ള നിലയിൽ ഈ കേസിലെ ആക്ഷൻ കൗൺസിലിനെ താങ്കൾ കാണുന്നുണ്ടോ? അതിനുള്ള എനിക്ക് അഭിപ്രായമില്ല. ആദ്യമൊക്കെ കുറച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചുവെങ്കിലും പിന്നീട് അതിന് വഴി തെറ്റിപ്പോയി എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഉടനെ ജോമൻ പുത്തമ്പുരക്കിൽ അതിനെ കയറി ഇടപെടും, എന്നിട്ട് എന്തെങ്കിലും കേസാക്കും. ഇതാണ് സംഭവം. എനിക്കെതിരെ ബാർ കൗൺസിലിൽ കേസ് കൊടുത്തു അദ്ദേഹം. പിന്നെ ഒരു ലൈബൽ കേസും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ വഴിതെറ്റി പോകൽ ഈ കേസിന്റെ നീണ്ടുപോകലിന് പരോക്ഷമായിട്ടെങ്കിലും കാരണമായിട്ടുണ്ടോ? പക്ഷേ അത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കാരണം വളരെയധികം സമയങ്ങൾ കേസുകൾ നീണ്ടുപോകാനായിട്ട് സ്റ്റേ വാങ്ങി നീണ്ടുപോകാനായിട്ട് സാഹചര്യം ഈ ജോമൻ പുത്തമ്പുരക്കലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലും കുറേ നാൾ കേസുകൾ നീണ്ടുപോയിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നു, വിചാരണയെ സ്റ്റേ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ജീവപര്യന്തം എന്നുള്ള വിധിയെ താങ്കൾ എങ്ങനെ കാണും? വധശിക്ഷ കൊടുക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമില്ലാത്ത ആളാണ് ഒരു കേസിൽ. അതോടൊപ്പം തന്നെ ജീവപര്യന്തം എന്ന് പറയുന്നത് മർഡർ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ ജീവപര്യന്തം തടവ് കിട്ടാൻ അർഹനാണ്. പക്ഷെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പരോളൊന്നും കൊടുക്കരുത്. ജീവിതത്തിൻ്റെ ഇനിയുള്ള കാലം ജയിലിൽ തന്നെ കഴിയുന്ന രീതിയിൽ പരോള് കൊടുക്കാത്തുള്ള ശിക്ഷ കൊടുക്കണം. ആ ജീവപര്യന്തം അങ്ങനെ ആയിരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും ഈ ജീവപര്യന്തം വിധി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ വേളയിൽ എങ്കിലും പ്രതികളെ താങ്കൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ആ പ്രതികളെ താങ്കളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്നാണ് താങ്കളുടെ സഭയോട് താങ്കൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്? അദ്ദേഹത്തിൻ്റെ അവർക്കുള്ള ഔദ്യോഗിക സ്ഥാനങ്ങൾ മുഴുവൻ മാറ്റണം. അതിൽ നിന്നെല്ലാം മാറ്റണം. അവർ വെറും സാധാരണ പൗരന്മാരായി തന്നെ ജീവിക്കണം. സഭ ഇനിയെങ്കിലും അവരെ സംരക്ഷിക്കുന്ന നടപടിയിൽ നിന്ന് പിൻവാങ്ങണം. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് മിക്കവാറും അപ്പീലിലും സുപ്രീം കോടതിയിലെ അപ്പീലിലും സഭ തന്നെയായിരിക്കും അവർക്ക് വേണ്ടി സഹായിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അഭയ കൊല്ലപ്പെട്ട ഫയർ സ്റ്റാൻഡ് കോൺവെൻറ്റിലെ മെയ്ഡായ സർവൻ്റായ അച്ചാമ്മയ്ക്ക് വേണ്ടി ഹാജരായത്, സുപ്രീം കോടതിയിൽ ഹാജരായത് ലക്ഷങ്ങൾ മണിക്കൂറുകൾക്ക് വാങ്ങുന്ന ഹരീഷ് സാൽവെയാണ്.
അപ്പോൾ അച്ചാമ്മയ്ക്ക് വേണ്ടി പൈസ മുടക്കിയത് ആര് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെ എത്തിച്ചേരും? സഭയിലേക്ക് തന്നെ, സഭയിലേക്ക് തന്നെയാണ് അതിൽ എത്തുന്നത്. അല്ലാതെ ആരാണ് അവർക്ക് പൈസ കൊടുക്കാനുള്ളത്? പ്രതികളാണ് കൊടുത്തതെന്ന് പറയാൻ പറ്റില്ല. അത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ പൈസ ചെലവാക്കപ്പെട്ടിട്ടുണ്ട് നന്നായിട്ട്. ഈ സഭയിലെ അംഗങ്ങൾ, സഭയിലെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന പുരോഹിതരടക്കമുള്ളവർ പ്രതികളാവുന്ന അല്ലെങ്കിൽ അവർ കുറ്റാരോപിതരാവുന്ന ഘട്ടങ്ങളൊക്കെ സമാന രീതിയിൽ ഒരു നീതി നിഷേധത്തിൻ്റെ രീതിയിലേക്ക് പോകാനുള്ള ഒരു പ്രവണത ഇത് നൽകുന്നതായിട്ട് തോന്നുന്നു. അല്ല, അതിന് വേണ്ട രീതിയിൽ റെസിസ്റ്റ് ചെയ്യണം, അംഗീകരിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് അവിടെ കാര്യം. ആ പ്രവണതകൾ ഉണ്ടെന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ ഈ കേസിലും പിന്നീട് വരുന്ന കേസുകളിലൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ അതിനെ റെസിസ്റ്റ് ചെയ്യണം, അത് ശക്തി ഉണ്ടാവണം. നീതിയിൽ വിശ്വസിക്കുന്ന ഒരു ജനതയോട് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അവസാനമായി എന്താണ് പറയാനുള്ളത്? ജനങ്ങളെന്നും അഭയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ കൂടെയായിരുന്നു, ആ വിക്ടിമിൻ്റെ കൂടെയായിരുന്നു. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതായത് അഭയ കേസ് എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിൻ്റെ എമ്പാടുമുള്ള മലയാളികൾ അത് നെഞ്ചിലേറ്റി നിൽക്കുന്ന ഒരു കേസായിരുന്നു ശരിക്കും. അപ്പം ജനങ്ങൾ അവരുടെ സപ്പോർട്ട് തന്നെയാണ് എന്നാണ്. പക്ഷേ ഒരു കൂട്ടം ചെറിയ ആളുകൾ മാത്രമാണ് പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത് നിലകൊണ്ടത്. പക്ഷെ അവർ വളരെയധികം സാമ്പത്തിക ശക്തിയുള്ളവരും വളരെയധികം സ്വാധീനമുള്ളവരും ആയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ആ സ്വാധീന ശക്തിയെ മറികടക്കണമെങ്കിൽ അല്ല, അത് ഞാൻ പറഞ്ഞില്ല, റെസിസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. നമ്മൾ ഒരിക്കലും അതിന് റെസിസ്റ്റൻസ് ആരുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്? നമ്മൾ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭാഗത്തുനിന്നും, എന്നാൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങളുടേതാണ്. വളരെ നന്ദി ശ്രീ എക്സ് വർഗീസ്.